ഇവിടെ അദ്ദേഹം മറ്റൊരു വാചകം ഉപയോഗിച്ചു. എൻ്റെ പിന്നെ വരുന്നവന്റെ ചെരിപ്പഴിക്കാൻ എന്ന് പറഞ്ഞൊരു വാചകം. അതിനെക്കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് RV ബാബുവിനോട് ചോദിച്ചാൽ മതി. ഈ ശ്രീ VD സതീശൻ പറവൂരിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴെല്ലാം തലയിൽ തുണിയിട്ട് പോയി വോട്ട് തേടിയത് ആരുടേതായിരുന്നു എന്ന് ശ്രീ RV ബാബു പല ഘട്ടത്തിലും പറയുന്ന വീഡിയോ ഉണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ ചോദിച്ചല്ലോ, ഗോൾ വർക്കറുടെ ചിത്രത്തിന്റെ പിന്നിൽ പോയി കത്തിച്ചതും, അതുപോലെ തന്നെ തിണ്ണ നിരങ്ങാൻ വന്നത് ഇവിടെ ഇരുന്ന് തിണ്ണയിൽ നിരങ്ങി മറിഞ്ഞു പോയെന്നും, പ്രൈവറ്റ് വാഹനത്തിൽ പോയി കൊച്ചിയിൽ പോയി ബിഷപ്പും മറ്റുള്ളവരെയും കാണാൻ പോയതും ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ വർത്തമാനം ഒന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോ അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആ കല്ലിട്ട് പോയിട്ടും 17 വർഷം മുമ്പ് പൂർത്തീകരിക്കുമ്പോൾ ശ്രീ VD സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്. കപ്പല് പോയിട്ട് ഒരു ബോട്ട് പോലും വിഴിഞ്ഞത്തിറങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാ VD സതീശൻ. അവിടെ വലിയ തരത്തിൽ ക്രെയിൻ വരുമ്പോൾ ഉദ്ഘാടന മഹാമഹത്തിന് ഞാൻ പോകില്ലെന്ന് 6 മാസം മുമ്പ് പറഞ്ഞ് ബഹിഷ്കരിച്ച ആളാണ് VD സതീശൻ. എന്നിട്ട് എങ്ങനെയാ ഇപ്പോ 2ാം ഘട്ട ഉദ്ഘാടനത്തിന് ഏറ്റവും മുന്നിൽ പോയി ചിരിച്ചുകൊണ്ട് നിന്നത്? എങ്ങനെ സാധിച്ചു? ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളും നമ്മൾ കണ്ടില്ലേ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, അത് പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്നൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടോ?